മലയാളികൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ UK പോലുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫാമിലിയോടൊപ്പം സെറ്റിൽ ചെയ്ത് ജീവിക്കാം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പല വിദേശ രാജ്യങ്ങൾ, നമ്മൾ ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നല്ല നല്ല ജോലികൾ ഉപേക്ഷിച്ചിട്ട് UK പോലുള്ള അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയോടൊപ്പം അവരുടെ കുട്ടികളോടൊപ്പം സുഖമായിട്ട് ജീവിക്കാം, സ്വന്തമായിട്ട് വീട് മേടിക്കാം. അപ്പോൾ അവർക്ക് ഇവിടെ പെർമനൻ്റായിട്ട് പിന്നെ റെസിഡൻസി കിട്ടും, PR കിട്ടും, നാച്ചുറലൈസേഷൻ കിട്ടും. നമുക്ക് ഇവിടെ വർഷങ്ങളോളം ജീവിക്കാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ടാണ് പല ആൾക്കാരും ഇതേപോലെയുള്ള രാജ്യങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് പോകുന്നത്. എന്നാൽ ഒരു 25-30% ആൾക്കാർ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന മലയാളികളുടെ ഏറിയ പങ്കും ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും UK വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ പൈസ ഉണ്ടാകും. ആ പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വീടുകൾ മേടിക്കുക, അതുപോലെ തന്നെ നല്ല നല്ല കാറുകൾ മേടിക്കുക, അങ്ങനെ അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ കൂടി പോകുന്ന ധാരാളം ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, അവന് അടിച്ചു പൊളിച്ചുള്ള ജീവിതമാണ്, ജോലിക്കൊന്നും പോകത്തില്ല, വൈഫ് മാത്രമേ ജോലിക്ക് പോകത്തുള്ളൂ, പുള്ളി വീട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളമൊക്കെ അടിച്ച് നല്ല സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ചുറ്റുപാട് കൂടിയാണ് ഇപ്പോഴവർ കഴിഞ്ഞു പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഈയിടയ്ക്ക് വന്ന ഒരാളുടെ ഒരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഗൾഫ് രാജ്യത്ത് നിന്ന് വന്ന് ഇവിടെ വന്ന് ഒറ്റ വർഷം കൊണ്ട് തന്നെ ഒരു ഡിറ്റാച്ച്ഡ് വീടൊക്കെ മേടിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. കാരണം പുള്ളിക്കാരൻ ഇതുപോലെയൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ജോലികളും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി നേഴ്സാണ്, NHS ജോലി ചെയ്യുന്ന ഒരു നേഴ്സ്. രണ്ടുപേരും ഇതുപോലെയൊക്കെ തന്നെ ഈ ഒരു ധാരാളിത്തത്തിന് വലിയ കുറവുകളൊന്നുമില്ല. അതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. കാരണം പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ധാരാളിത്തമൊക്കെ ആകാമെന്നുള്ള കൂട്ടത്തിലാണ് ഞാനും. കാരണം നമുക്കിപ്പോഴേ പൈസ കിട്ടുന്നത് ചുമ്മാ കൊണ്ട് ബാങ്കിലിട്ട് അല്ലെങ്കിൽ പലിശ മേടിച്ചുകൊണ്ട് ജീവിക്കുന്ന പരിപാടി അതൊക്കെ പണ്ട് തൊട്ട് എല്ലാവരും മലയാളികളെ കുറേ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. ആദ്യ സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള മലയാളികൾ എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഒന്നിൽ വസ്തു മേടിച്ചിടുക അല്ലെങ്കിൽ കോടിക്കണക്കിനുള്ള വീടുകളൊക്കെ വാങ്ങുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ലക്ഷ്യം. ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ നാട്ടിൽ വീട് മേടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഏക്കർ കണക്കിന് വസ്തുക്കൾ വാങ്ങിച്ചത് കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവുമില്ല. ഇനി ഒരു കാലത്തും നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ എങ്ങാനും എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതാണ് നല്ലത് എന്നുള്ള ആ ഒരു കണക്കൂടിലേക്ക് പഴയ മലയാളികളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു 80% ആൾക്കാരുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം കുടുംബത്തോടൊപ്പം ഒരു വീടൊക്കെ വാങ്ങിയിട്ട് മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചു പോകുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർ UK വരുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ വീടുകളിൽ നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ആൾക്കാരായിരിക്കും. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ടുള്ളവരായിരിക്കും. അവിടെ വെച്ച് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയവരായിരിക്കും. അപ്പോൾ വേറൊരു രാജ്യത്തേക്ക് പോയി കഴിഞ്ഞാലും അതേപോലെയൊക്കെ തന്നെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എനിക്ക് നല്ല ബേസ് ഉണ്ട്, അപ്പോൾ എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാം, ജോലിക്കൊന്നും വലുതായിട്ട് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ UK വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം എന്നാൽ അവർ കുറച്ച് പൈസ കൊണ്ടുവരും. ആ പൈസ ഇട്ടുകൊണ്ട് ഇവിടെ ഒരു വീട് വാങ്ങുമ്പോൾ തന്നെ അവർ ഒരു 2 ബെഡ്റൂമോ അല്ല 3 ബെഡ്റൂമോ ഒന്നും അല്ല ആദ്യം വാങ്ങുന്നത്. അവർ വരുമ്പോൾ മറ്റുള്ള മലയാളികൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു, അവർ 4 ബെഡ്റൂം 5 ബെഡ്റൂം വീട് ഡിറ്റാച്ച്ഡ് വീടാണ് മേടിച്ചേക്കുന്നത്, അവർ UK തന്നെ നല്ല പോഷ് ഏരിയയിലാണ് താമസിക്കുന്നത്, അവർ കൊണ്ട് നടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ റേഞ്ച് റോവർ ആയിരിക്കും അല്ലെങ്കിൽ BMW ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പ്രീമിയം വണ്ടികളായിരിക്കും. അങ്ങനെ ഒരു പോഷ് ജീവിതത്തിലേക്ക് പോകുന്ന ഒരു ചെറിയ ശതമാനം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടും. അതുപോലെ തന്നെ മോർഗേജ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10% ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏത് വീടും വാങ്ങാമെന്നുള്ള അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഒരു 4 ലക്ഷം 5 ലക്ഷം പൗണ്ടിൻ്റെ വീടൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ മിനിമം ഒരു 50,000 പൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വീട് വാങ്ങാൻ പറ്റും. അപ്പോൾ ആ വീട് വാങ്ങുമ്പോഴത്തേന് ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ഒരു 5 ലക്ഷം 10 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട്ട് കൊണ്ടുവരും. ബാക്കി ഒരു 30,000 രൂപയ്ക്ക് എവിടെന്നെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കടം മേടിച്ച് അങ്ങനെ ആ വീടങ്ങ് വാങ്ങും. പക്ഷേ ആ വീടൊക്കെ വാങ്ങിക്കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. നമ്മൾ അറിഞ്ഞ ഈ ഒരു സംഭവത്തിൽ ഒരു NHS ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് വന്നിരിക്കുന്ന വൈഫും അവരുടെ ഡിപ്പെൻഡൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു ഹസ്ബൻഡുമാണ്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം അവരുടെ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു 3500 പൗണ്ടോളം വരും. ഈ ഒരു ഡിപ്പെൻഡൻ്റായിട്ട് വന്നിരിക്കുന്ന ആൾ ഒരു 6 മാസം നല്ലവർക്ക് ഹാർഡ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പാർട്ട് ടൈം ജോബിലേക്കൊക്കെ മാറി. അത് കഴിഞ്ഞ് കുറച്ച് നാളൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഈ വീടൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഈ ഒരു പാർട്ട് ടൈം ജോലിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ വരുമാനം കുത്തനെ ഇടിഞ്ഞു.
അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാലോ മാസം തോറും നമ്മൾ ഈ മോർഗേജ് തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല ഇവർ വന്നപ്പോൾ തന്നെ പോയിട്ട് ആദ്യം വാങ്ങിയതൊരു BMW വണ്ടിയാണ്. ഒരു 25,000 പൗണ്ടോളം കൊടുത്തൊരു സെക്കൻഡ് ഹാൻഡ് BMW വണ്ടി മേടിച്ച് പോഷായിട്ട് അവരുടെ ലൈഫ് അങ്ങ് തുടങ്ങി. അതിന് ശേഷമാണ് ഇവർ ഈ വീട് വാങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ തിരിച്ചടവ് ഇത്രയും വരുന്നുണ്ട്. കയ്യിലിരുന്ന പൈസയൊക്കെ തീർന്നു, നാട്ടിൽ നിന്ന് പൈസയൊക്കെ വരുന്നുണ്ട്, കിട്ടാവുന്നതെല്ലാം തന്നെ കടം വാങ്ങുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ നടത്തിയിട്ടും ഇവർക്ക് നല്ല രീതിയിൽ ജീവിച്ചു പോകാനായിട്ട് സാധിക്കുന്നില്ല. മാത്രവുമല്ല ഒരു കുഞ്ഞുമുണ്ട്. അപ്പം ഈ പറയുന്ന രീതിയിൽ വൈഫിന് ജോലി ചെയ്യാനും പറ്റത്തില്ല. നമുക്കറിയാമല്ലോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്ത് ഇവിടേക്ക് വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോമഡേഷൻ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, ചിലർക്കൊക്കെ ഫുഡ് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ വീട് നോക്കാനേ, കുട്ടിയെ നോക്കാനേ, കുക്ക് ചെയ്യാനേ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ UK-യിലുണ്ട്. നമുക്കറിയാലോ UK-യിലെ ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 12 hours ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നൊന്നും തന്നെ ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ വന്നാൽ സാധിക്കാറില്ല. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞ് വീട്ടിലും വീണ്ടും നമ്മൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാഡ് ആകുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ഹസ്ബൻഡ് മറ്റുള്ള പരിപാടികൾ അറിയാമല്ലോ, കലാപരിപാടികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ അതിനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. മാത്രമല്ല ഈ ഒരു ഹസ്ബൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും ഉണ്ട്, ഇങ്ങനെയുള്ള വെള്ളപ്പടി പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല പുള്ളിക്കാരൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാസിനോ പരിപാടികളൊക്കെ ഉണ്ട്. കാസിനോയിൽ പോയിട്ട് പൈസ വെച്ചുകൊണ്ട് തന്നെയുള്ള കളികളൊക്കെ അവിടെ നടക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണം അങ്ങനെയും ചിലവായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്ന പൈസ മുഴുവൻ ആ ഒരു രീതിയിൽ ചിലവാക്കാനായിട്ട് തുടങ്ങി. അതിനിടയ്ക്ക് ഇവർ വീട്ടിലും വീട് വെക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്തു. പൈസയൊന്നുമില്ലെങ്കിലും നാട്ടിൽ നിന്ന് ലോൺ കിട്ടും, UK-യിൽ നിന്ന് ലോൺ കിട്ടും, കിട്ടുന്ന രീതിയിലുള്ള എല്ലാ ലോണുകളും ക്രെഡിറ്റ് കാർഡ് പോലും ഫുള്ളായിട്ടും ഇവരുടേത് അവർ യൂസ് ചെയ്തു. നാട്ടിലെ വീട് പണി അവിടെ നിന്നു. നാട്ടിലുണ്ടായിരുന്ന കുറച്ച് വസ്തുക്കളും സ്വത്തുക്കളൊക്കെ ഇവർ വിറ്റു. പക്ഷേ നാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവരാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നാട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തെക്കാട്ടിൽ കൂടുതൽ ഇവർക്ക് ചിലവായി. ഹസ്ബൻഡിനോട് ജോലിക്ക് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഫുൾ ടൈം ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യാനോ. കാരണം പുള്ളി ദുബായിൽ എഞ്ചിനീയർ ആയിരുന്നു, നല്ല ടോപ്പ് ജോലിയായിരുന്നു. ആ ജോലി കളഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കമ്പനിയിൽ പോയിട്ട് ഫുൾ ടൈം ജോലി ചെയ്ത് 6 മാസം കൊണ്ട് തന്നെ കഷ്ടപ്പാട് നിറഞ്ഞൊരു ജോലിയായിരുന്നു. ആ ജോലി അദ്ദേഹം രാജിവെച്ചു. അത്രയും കട്ടിപ്പണി ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് വൈഫും പറഞ്ഞു ഓക്കെ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി കണ്ടുപിടിച്ച് ചെയ്യുന്നത്. അപ്പോൾ പുള്ളി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ദുബായിൽ നിന്നാണ് പുള്ളി വന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടേക്ക് മാറ്റിയതുകൊണ്ട് ഇപ്പോൾ ഡെലിവറി ജോബുകളും ഇടയ്ക്കിടയ്ക്കൊക്കെ മറ്റുള്ള ഇതുപോലുള്ള പരിപാടികളൊക്കെ ചെയ്താണ് പുള്ളി ഇപ്പോൾ കുറച്ച് പൈസ കണ്ടെത്തുന്നത്. പക്ഷെ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് കിട്ടുന്ന പൈസയിൽ കൂടുതലാണ് പുള്ളിക്കാരൻ ഇതുപോലുള്ള അനാമത്ത് ചിലവുകൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീട്ടിലെ താളങ്ങളെല്ലാം തെറ്റി ഹസ്ബൻഡ് വൈഫും കൂടെ വഴക്കായി, പ്രശ്നമായി. അങ്ങനെ ഈ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിൽ അദ്ദേഹം ദുബായിൽ വെച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അദ്ദേഹം നാട്ടിൽ വീട് വെക്കാനായിട്ട് പ്ലാൻ ചെയ്തൊക്കെ തുടങ്ങിയതാണ്. അത് പോയി ആരോടും ചോദിക്കാതെയും പറയാതെയും പുള്ളിക്കാരൻ അത് മുഴുവനും വിറ്റ് ഒരു 6 മാസം കൊണ്ട് ആ പൈസ മുഴുവനും നാട്ടിൽ ചെന്ന് അദ്ദേഹം അടിച്ചു പൊളിച്ച് ധൂർത്ത്. കാരണം നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ചീട്ടുകളിയാണ്. പുള്ളിക്കാരന് ഇതുപോലുള്ള ക്ലബ്ബുകളിലൊക്കെയാണ്, ചെറിയ കളികളൊന്നും അല്ല, ക്ലബ്ബുകളിൽ പോയിട്ട് ചീട്ട് കളിക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ഹോബി. അപ്പോൾ അതായിരുന്നു ഇദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കാസിനോയിലൊക്കെ പോയിട്ട് ഇതേപോലെയുള്ള പരിപാടികൾ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ ആ ഒരു വസ്തുവും ഇതൊക്കെ വിറ്റ് കിട്ടിയ പൈസയിലൊരു നല്ല ശതമാനവും ഈ ചീട്ട് കളിയും പിന്നെ പുള്ളിക്കാരൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ വെള്ളവടിയാണ്. അപ്പോൾ ഈ 2 പരിപാടിയിൽ കൂടി അതെല്ലാം തീർന്നു. നാട്ടിൽ നിന്ന് UK-യിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയായി. UK-യിൽ നമുക്കറിയാമല്ലോ ഇവിടേക്ക് വരുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് ചിലവാക്കാൻ അറിയാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയിട്ടും യാതൊരു കാര്യവുമില്ല. എന്തായാലും ഈ പെൺകുട്ടി ഇപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ നിന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് ഈ കടങ്ങളൊക്കെ ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള ആ ഒരു ലൈഫ് ഇപ്പോൾ ഡിവോഴ്സിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുള്ളിക്കാരുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും നാട്ടിൽ തന്നെയാണ്. കാരണം UK-യിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലാണ്.
നമുക്കറിയത്തില്ല ഇനിയിപ്പോൾ ഈ ഡിപ്പെൻഡൻറ്റ് വിസ വല്ലതും ക്യാൻസൽ ചെയ്തോ, എന്തായാലും ഇതുവരെ ഇവിടെ എത്തിയിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും അടിച്ചുപൊളി ജീവിതമായിരുന്നു. പക്ഷെങ്കിൽ ഈ അടിച്ചുപൊളി കൂടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. കാരണം ഇങ്ങനെ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വേറൊരു രാജ്യമാണ്, ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ കൂടുതൽ ഇങ്ങനെയുള്ള കളികൾ കാസിനോയിലും അങ്ങനെയൊക്കെ പോയിട്ടുള്ളത് പുള്ളിക്കാരി പിന്നാണ് അറിയാനായിട്ട് തുടങ്ങിയത്. കുറച്ച് വെള്ളമടിയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് അലമ്പുണ്ടെന്നൊക്കെ പുള്ളിക്കാരിക്ക് ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായതാണ്. പക്ഷേ ഈ ഒരു കാസിനോയിലൊക്കെ പോയിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പൗണ്ട് നഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയപ്പോഴാണ് പുള്ളിക്കാരൻ അവിടുന്ന് ഇവിടുന്നൊക്കെ വരുത്തിച്ച പൈസ മുഴുവനും ഈ ഒരു രീതിയിൽ പുള്ളിക്കാരൻ നഷ്ടപ്പെടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ജോലിക്കും പോകാതെ ഈ പരിപാടിക്ക് വേണ്ടി പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ പുള്ളിക്കാരിക്ക് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കിയത്. അപ്പോൾ ആ ഒരു സമയത്താണ് രണ്ടുപേരും തമ്മിൽ വലിയ പ്രശ്നങ്ങളും വഴക്കും ഇതൊക്കെ ആയിട്ട് പുള്ളിക്കാരന് ഇവിടെ നിൽക്കക്കണ്ണിയില്ലാതെ ഇവിടുന്ന് സ്കൂട്ടായിട്ട് നാട്ടിലേക്ക് പോയതും നാട്ടിൽ ചെന്ന് കഴിഞ്ഞുണ്ടായിരുന്ന വസ്തുവകകളും മുഴുവനും നഷ്ടപ്പെടുത്തി ചീട്ടുകളി ഇതുപോലെ തന്നെ ക്ലബിങ്ങും പരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ നാട്ടിലിപ്പം തേരാപ്പാര നടക്കുകയാണ്. ഇവിടേക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. യു കെയിലേക്ക് ധാരാളം മലയാളികൾ വന്നതോടുകൂടി വിവിധ സ്വഭാവക്കാരായ ആൾക്കാരാണ് ഇപ്പോഴും യു കെയിൽ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഓരോ വീഡിയോയിലും പറയുന്നത്. കാരണം നിങ്ങളാരും ഈ ഒരു രീതിയിലേക്ക് പോകരുത്. കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉഴപ്പാനാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലൊക്കെ ജീവിക്കാനാണ്, നമ്മുടെ ജീവിതം നശിപ്പിക്കാനാണെങ്കിൽ ധാരാളം ഓപ്ഷൻസാണ് യു കെയിലുള്ളത്. അതൊക്കെ നമ്മൾ തേടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയാവും. പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെയാണ് ഈ സുഹൃത്തിന് പറ്റിയത്. ഇപ്പോൾ വൈഫും ഇല്ല, കുഞ്ഞുമില്ല, നാട്ടിൽ പോയിട്ട് അനാഥനായിട്ട് ജീവിക്കുകയാണ്. ബാക്കി എന്ത് കാര്യമാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. മിക്കവാറും അദ്ദേഹത്തിന് ഡിപ്പെൻഡൻറ്റ് വിസ ക്യാൻസലായി കാണും, അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് ആയി കാണും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ കൂടിയാണ് പല ആൾക്കാരും ഇപ്പോഴേ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ നിങ്ങൾ ആരും പങ്കെടുക്കാതെ മനസ്സമാധാനമായിട്ട് ഫാമിലിയോടൊപ്പം ഇവിടെ ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ സ്വർഗ്ഗ തുല്യമായ ഒരു രാജ്യമാണ് യു കെ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. എല്ലാവർക്കും മനസ്സമാധാനമായിട്ട് അവരവരുടെ വീടുകളിൽ അവരവർക്ക് കിട്ടുന്ന ജോലി ചെയ്ത് അവർക്ക് കിട്ടുന്ന വരുമാനത്തിന് അനുസരിച്ച് കുറച്ച് സേവ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു നല്ല രാജ്യം തന്നെയാണ് യു കെ. നമ്മൾ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന് കടിഞ്ഞാണ് ഇടേണ്ടത്. അത് മറ്റുള്ള ഇതേപോലുള്ള എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ യു കെയിൽ നിന്നല്ല, അമേരിക്കയിൽ നിന്നല്ല, ഏതൊരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും നമുക്ക് അതോതി തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആരും തന്നെ ആ ഒരു വേ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.